and physics. Effects of electric current. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. In this chapter we are discussing about electric current and effects of electric current in different electrical devices and additional laws related to electricity and many more devices related to electricity. So first of all we are discussing our first topic, energy conversion. What do you mean by energy conversion? We are already studied in earlier classes law of conservation of energy. What is it? What do you mean by law of conservation energy? The law states that energy cannot be created or destroyed. It can be transformed from one form to another form. അല്ലേ? എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം അല്ലേ? നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഊർജ്ജത്തെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. According to this law, we can discuss energy conversion. So, in our daily life, we are familiar with so many electrical devices in our daily life. Which are they? So, we are using many equipments related to electric current. What are they? What are the devices in our home by using electric current? Say one by one. Mixie. Then electric heater. Electric bulb. Induction cooker. Storage battery. നമ്മുടെ വീട്ടില് നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ട് അല്ലേ? സോ എന്താ നമ്മൾ ഈ ഇതിലേക്കെല്ലാം വി ആർ ഗിവിംഗ് ഇലക്ട്രിസിറ്റി ആസ് ഇൻപുട്ട് ബട്ട് ദേ ഡോണ്ട് ഗിവ് us സെയിം ഫോം ഓഫ് എനർജി അല്ലേ? നമ്മൾ എല്ലാത്തിലും എന്താണ് ഇലക്ട്രിസിറ്റി കറണ്ട് ആണ് എന്ത് കൊടുക്കുന്നത്? അങ്ങോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ എല്ലാം നമുക്ക് തിരിച്ചു തരുന്നതോ ഒരുപോലെയുള്ള ഊർജ്ജമാണോ? അല്ല. ഓൾ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എനർജി. സോ ദർ ഈസ് ആൻ എനർജി കൺവേർഷൻ ഈസ് ടേക്ക് പ്ലേസ് അല്ലേ? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഊർജ്ജ മാറ്റം നടക്കുന്നുണ്ട്. So let us discuss the energy conversion occupied in the electrical devices. So first മിക്സിയിൽ എന്താണ് ഊർജ്ജമാറ്റം നടക്കുന്നത്? electrical energy changed into mechanical energy. Electrical energy changed into mechanical energy. എന്താണ് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടാണ് മാറ്റപ്പെടുന്നത്. സോ വാട്ട് അബൌട്ട് ഇലക്ട്രിക്കൽ ഹീറ്റർ? ഇലക്ട്രിക്കൽ ഹീറ്ററിൽ എന്താണ് എനർജി ചേഞ്ച്? എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച്ഡ് ഇൻടു എന്താണ് ഹീറ്റ് എനർജി അല്ലേ? താപോർജ്ജം, ഹീറ്റ് എനർജി. Electric bulb. ഇവിടെ എന്താണ് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച്ഡ് ഇൻടു ലൈറ്റ് എനർജി. Then induction cooker. What about induction cooker?
Electrical energy changed into heat energy. നമ്മൾ എന്തിനാണ്? What is the use of induction cooker? What is the purpose? For cooking, അല്ലേ? നമുക്ക് അതിന് എന്ത് വേണം? ഹീറ്റ് വേണം, താപം വേണം. അപ്പോൾ താപോർജ്ജത്തിലേക്കാണ് വൈദ്യുതോർജ്ജം മാറ്റപ്പെടുന്നത്. Electrical energy changed into heat energy. Then storage battery. In the case of storage battery, there is while charging. In the case of charging, there is bracket. In bracket, there is while charging. At this time, the electrical energy changed into chemical energy. But while using, the energy conversions will be chemical energy to electrical energy. While using chemical energy convert to electrical energy. So നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോറേജ് ബാറ്ററി നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ പ്രക്രിയ വൈൽ ചാർജിങ് എന്ന് തരുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അതായത് വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ടാണ് മാറ്റപ്പെടുന്നത്. നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി അതിൽ സംഭരിച്ചു വെക്കും രാസോർജ്ജമായിട്ട്. നമ്മൾ ഇൻവേർട്ടറിലെ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അതാണ് നമ്മൾ സ്റ്റോറേജ് ബാറ്ററി ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തോ നമ്മൾ ഈ സ്റ്റോറേജ് വെച്ചിരിക്കുന്ന കെമിക്കൽ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, സോ വാട്ട് അബൌട്ട് അവർ കൺക്ലൂഷൻ? നമ്മളൊരു നിഗമനത്തിൽ എത്തിയില്ലേ? എന്താണ്? The useful form of energy into which the electrical device converts the electrical energy is defined as the effect of electric current in that device. അതായത് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു വൈദ്യുതോപകരണം നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി ഉപയോഗപ്രദമായിട്ടുള്ള ഏത് ഊർജ്ജരൂപത്തിലേക്കാണോ മാറ്റപ്പെടുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഉപകരണത്തിലൂടെയുള്ള വൈദ്യുതിയുടെ പ്രവാഹത്തിന്റെ ഫലമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, the useful form of energy into which the electrical device convert the electrical energy that defined as the effect of electric current in that device. Okay, so this topic is over. So let us discuss next topic. എല്ലാം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. Next topic is electric current. What do you mean by electric current? In earlier classes we have studied the basic forms of electric current. What do you mean by electric current? So first let us discuss the formal definition of the electric current. The amount of charges flowing in an electric circuit in 1 second is called as the electric current. Okay, the amount of charge flowing through an electric circuit in 1 second. So let us discuss it in detail. What do you mean by conductor? What do you mean by conductor? നമ്മൾ എന്താണ് കണ്ടക്ടർ? ചാലകം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ചാലകം അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സർക്യൂട്ടിലൂടെയോ ഒരു കണ്ടക്ടറിലൂടെയോ ഒക്കെയുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ചാർജുകളുടെ ഒഴുക്കാണ്, ഒരു സെക്കൻഡിലുള്ള ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുതി. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഒരുപാട് let us familiar with the many more elements in our world that's flowing electricity. What are they? All elements are good conductors of electricity. എല്ലാ മെറ്റൽസും all metals are good conductors of electricity. അപ്പോൾ ഏതൊക്കെ മെറ്റൽസ് ആണെന്ന് പറഞ്ഞ്? അയൺ ഉണ്ട്, സിൽവർ ഉണ്ട്, കോപ്പർ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമുക്കറിയാം. സോ
For example, we take the piece of a rod of iron. Let us take a piece of iron bar. This is iron piece. So we are already studied in chemistry. All elements, there is a basic unit of atom. All elements all padarthangal ഒരു basic block of unit ഉണ്ട്. എന്താണ് അത്? ആറ്റം ആണ് അല്ലേ? ആറ്റം ആണ്. ആറ്റത്തിനകത്ത് എന്തുണ്ട്? ആറ്റത്തിനകത്ത് ഒരുപാട് കണങ്ങൾ അല്ലേ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ചാർജസ്? ഏതൊക്കെയാണ് നമുക്കറിയാം. പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് എന്ന് ഉണ്ട് അല്ലേ? ഇലക്ട്രോൺസിന്റെ ചാർജ് എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു അല്ലേ? So in this iron bar there is also an atom. In atom there is many more electrons are there. So electrons are arranged in this form. So this is the charges in the this iron bar. So the flow of charges in iron bar is the electric flow through this conductor. അതായത് നമ്മൾ എടുക്കുന്ന ഈ ചാർജ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇലക്ട്രോൺസിന്റെ ചാർജ് ആണെന്ന് പറയുന്നു. ഇലക്ട്രോൺസ് ആണ് നമ്മൾ ചാർജ് ആയിട്ട് എടുക്കുന്നത്. ചാർജിനെ എങ്ങനെയാണ്? ലെറ്റ് us represent the charge by capital letter Q or small letter Q. ഞാനിവിടെ സ്മോൾ ലെറ്റർ Q വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിലെന്താണ്? ഇങ്ങനെ ഒരുപാട് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു അയണിന്റെ ഈ പീസിലുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചാർജസ് ഒരു സെക്കൻഡിൽ എത്രത്തോളം ഇങ്ങനെയുള്ള ചാർജസ് ഈ ചാലകത്തിലൂടെ ഒഴുകുന്നോ അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് എങ്ങനെ ഫോം ചെയ്യാം? I is equal to I ആണ് എന്ത്? നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ I is used for representing current. I is equal to Q charge. T എന്താണ്? ടൈം. അപ്പൊ I equal to Q by T നമുക്ക് എഴുതാം. ഇനി let us discuss the unit. യൂണിറ്റ് എങ്ങനെ വരും? What is the unit of charge? എന്തായിരുന്നു? കൂളം ആയിരുന്നു അല്ലേ? കൂളം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കൂളം C വെച്ചിട്ട് അല്ലേ? C by ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. കൂളം പെർ സെക്കൻഡ് ഓർ നമുക്ക് ഇങ്ങനെ പറയാം ആംപിയർ എന്ന് പറയാം. ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ആംപിയർ. ഓക്കെ. ഇനി നമുക്ക് മെഷറിംഗ് എക്യുപ്മെന്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണ്? എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്നത്? അമ്മീറ്റർ യൂസ് ചെയ്തിട്ട്. എന്താണ്? അമ്മീറ്റർ നമ്മൾ സർക്യൂട്ടിൽ സീരീസിലാണ്. എന്താണ്? അമ്മീറ്റർ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? അമ്മീറ്റർ വിൽ ബി കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട് ആസ് ദ ഫോം ഓഫ് സീരീസ് കണക്ഷൻ. സീരീസ് ആയിട്ടാണ് നമ്മൾ അമ്മീറ്റർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ എന്തെങ്കിലും എനി ഡൗട്ട്സ് ആസ്ക്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. So next we are going to our next topic, potential difference. What do you mean by potential difference? എന്താണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? We are already studied in 9th physics. അല്ലേ? നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? 9ാം ക്ലാസ്സിലെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ലെറ്റ് us discuss in detail. So first of all നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡെഫിനിഷൻ നോക്കാം അല്ലേ? Let us denote the definition. So the potential difference between, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ the potential difference between 2 points will be 1 volt if 1 joule of work has to be done for moving 1 coulomb charge from one point to another. എന്താണ് പറഞ്ഞത്? എന്താണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ഒരു കൂളോം ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത അയൺ ബാറാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. So we already discussing about the charges occupied in the iron bar.
the flow of charges is current എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ചാർജസിന്റെ ഫ്ലോ ആണ് current. So if a flow occur, there is a energy level differences must be there അല്ലേ. നമ്മൾ എന്താണ് ഒരു ഫ്ലോ ചെയ്യണമെങ്കിൽ, ഒരു പ്രവാഹം ഉണ്ടെങ്കിൽ എന്ത് വേണം, ഒരു എനർജി ലെവലില്ല ഒരു ഡിഫറൻസ് അവിടെ വേണം. So same as in the case of charges, there is a difference in the energy level. So there is an accumulation of charge in one portion and there is less accumulation. So എന്താണ് ഇവിടെ കൂടുതൽ ചാർജ് ഇവിടെ ഒരു ഭാഗത്ത്, ഇവിടെ കുറച്ച് ഇവിടെ ചാർജസിന്റെ ആധിക്യവും ഇവിടെ വിരളമായിട്ടുമാണ്, കുറച്ച് കുറവായിട്ടാണ്. അങ്ങനെയുള്ള സമയത്താണ് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറച്ചുള്ള ഭാഗത്തിലേക്ക് എന്ത് ചെയ്യും, ചാർജസ് ഫ്ലോ ചെയ്യും. ബിക്കോസ് ദർ ഇസ് എനർജി ലെവൽ ഈസ് ക്രിയേറ്റഡ്. So from this direction is the flow of charges. Okay, അപ്പോൾ എന്താണ് അവിടെ ഒരു ചാർജസ് ഫ്ലോ ചെയ്യും, അതിന്റെ എഫക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് കറണ്ട് കിട്ടും അല്ലേ. ചാർജസിന്റെ ഫ്ലോ ആണ് എന്ത് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചാർജസ് ഫ്ലോ ചെയ്യുന്നതും അതിന്റെ എഫക്റ്റ് ആയിട്ട് നമുക്ക് കറണ്ട് കിട്ടുന്നതും. How will the charges are flowing? എങ്ങനെയാണ് ഈ ചാർജസ് ഫ്ലോ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെല്ലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ചാർജസിന്റെ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ കാരണം. ഇങ്ങനെ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ എന്താ കാരണം, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ബാറ്ററിയോ സെല്ലോ ഒക്കെയാണ് അല്ലേ. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്നും ഒരു ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്ന് ഈ ബിന്ദുവിലേക്ക് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ഈ ബിന്ദുക്കൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, 1 വോൾട്ട് ആയിരിക്കും എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ നോക്കി, നമ്മൾ ഡെഫിനിഷനും പറഞ്ഞു. അപ്പോൾ അത് എഴുതിയെടുക്കാം. സോ നെക്സ്റ്റ് ദ മെഷറിംഗ് എക്യുപ്മെന്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, വോൾട്ട് മീറ്റർ അല്ലേ. വോൾട്ട് മീറ്റർ voltmeter. What is the symbol of voltmeter? And the unit of potential difference is a volt. Unit എന്താണ്, വോൾട്ട് ആണ് അല്ലേ. വോൾട്ടിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, V വെച്ചിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ മെഷർ എക്യുപ്മെന്റ് വോൾട്ട് മീറ്റർ. ദ വോൾട്ട് മീറ്റർ വിൽ ബി കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട് ആസ് പാരലൽ. പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ എക്യുപ്മെന്റ്സിനൊക്കെ പാരലൽ ആയിട്ടാണ് നമ്മൾ ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. സോ we will meet next class with another topic.